സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പൊ വിഷ്ണുവിനോടൊന്ന് ഈങ്ങാപ്പഴം ഇറക്കി തരാൻ പറഞ്ഞ്. ഈ പോക്ക് എങ്ങോട്ടാന്നോ ആരുടെ കൂടെയാണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. രാവിലെ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ പിക്ക് ചെയ്യാൻ ഒരു വണ്ടി വരും, അതിൽ കയറി പോയാൽ മതിയെന്ന്. അങ്ങനെ വന്ന വണ്ടിയിൽ ഞാൻ കയറി. അതിലുള്ള ഒരാളെ എനിക്ക് പരിചയമില്ലായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ അതിന്റെ പുടവ കൊടുക്കലിന് പോവാണ്. അങ്ങനെ നമ്മൾ പെണ്ണിന്റെ വീട്ടിലെത്തി. എന്റെ കൂടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കല്യാണച്ചക്കന്റെ കസിൻസ് ആണ്. ഇതാണ് കല്യാണ പെണ്ണ്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഒന്ന് പുടവ കൊടുക്കൽ ചടങ്ങിലേക്ക് കിടന്ന്. ഇതിൽ എന്റെ റോള് വേറെ ഒന്നുമല്ല, ഈ ഫംഗ്ഷന്റെ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ കൂടെ പോയതാണ്. അങ്ങനെ പുടവ കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവർക്ക് ഇനി തിരിച്ച് വയനാട്ടിലെത്തണം. ഞാൻ ഈങ്ങാപ്പുഴ ഇറങ്ങി. ഞാൻ വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. എന്റെ ഫോണിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയിരുന്നു. അങ്ങനെ അതും മാറ്റി നേരെ വീട്ടിലേക്ക് പോയി. വീടെത്തി കുറച്ച് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പരിപാടിക്ക് പോകാൻ ഇറങ്ങി. അച്ഛന്റെ ഒക്കെ ഫ്രണ്ടിന്റെ മോളെ കല്യാണം ഉണ്ട് അടുത്ത ദിവസം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പാർട്ടി ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ ഓൾറെഡി പോയി. അപ്പൊ ഞാനും വിഷ്ണുവും പോകാൻ നിൽക്കുകയാണ്. അവനെ വിളിക്കാൻ വന്നപ്പോഴാണ് തറവാട്ടിലെ ടിവിയുടെ എന്തോ ഒരു ചെറിയ സാധനം പോയിട്ട് മൊത്തം അഴിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ്. അതിന്റെ റിപ്പയറിംഗ് പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. നമ്മുടെ വീടിന്റെ അടുത്ത് കൂടിയുള്ള ബസ്സിന്റെ ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട്, അതിനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈങ്ങാപ്പുഴ വന്നിറങ്ങി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിലെത്തി എല്ലാരെയും കണ്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ചൊരു ഓട്ടോ വിളിച്ചാണ് പോയത്. തിരിച്ചു വരാൻ അമ്മയുണ്ടായിരുന്നു കൂടെ. ഫൈനലി നമ്മൾ വീടെത്തി. ഇന്ന് മൊത്തത്തിലൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. അപ്പൊ അത്രയുള്ളത് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.